ലോകത്തിൻ്റെ ഗതി മാറ്റിമറിച്ചത് ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്ര പുരോഗതിയിൽ ഓരോ പ്രദേശത്തും ഒരുപക്ഷെ ലോകത്ത് തന്നെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കത് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കമ്പ്യൂട്ടറിൻ്റെ ജനനത്തിന് മുമ്പ് നമുക്കൊരു പക്ഷേ സാറ്റലൈറ്റ് ടെക്നോളജിയും ടി വിയുടെ വരവും ഒക്കെ നമുക്ക് പറയാമെങ്കിലും കമ്പ്യൂട്ടർ ടെക്നോളജി എങ്ങനെയാണ് ആദ്യമായിട്ട് പിറവിയെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമേരിക്കയിലെ ഡിഫൻസ് സർവീസിൽ ഫയലുകളുടെ വലിയ കൂമ്പാരം വന്നപ്പോൾ ഈ ഫയലുകളെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ എന്താണ് ഒരു മാർഗം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ, നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉദയം കൊള്ളുന്നത്. അന്ന് ആദ്യം ഫോം ചെയ്ത ആ കമ്പ്യൂട്ടർ വലിയ ഒരു കെട്ടിടത്തിൻ്റെ അത്ര വലിപ്പവും പുകക്കുഴലുകളും ചൂട് പുറത്തേക്ക് തള്ളുവാനുള്ള കുഴലുകളും ഒക്കെയുള്ള വലിയ ഒരു കെട്ടിടമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ കമ്പ്യൂട്ടർ. അവിടെ പഞ്ച് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റകൾ ഫീഡ് ചെയ്യാം. പഞ്ച് കാർഡിൽ കൂടെ വിവരങ്ങൾ ഈ മെഷീനിലേക്ക് കൊടുക്കുകയും അത് അവിടെ സ്റ്റോർ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ റിട്രൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. നമുക്കറിയാം, അങ്ങനെ നിരവധിയായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കുവാനുള്ള ഒരു ഇടമായിട്ടാണ് കമ്പ്യൂട്ടർ ആദ്യം ഫോം ചെയ്തത്. പിന്നീട് സിലിക്കൺ ചിപ്സ് കടന്നു വന്നതോടുകൂടി ഈ കമ്പ്യൂട്ടറിൻ്റെ വലിയ സർക്യൂട്ട് മുഴുവൻ നമുക്കൊരു ചെറിയ സ്പേസിൽ ഒതുക്കാനാവും എന്നുള്ള കണ്ടുപിടുത്തത്തിൽ നിന്നാണ് വാസ്തവത്തിൽ കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഭാവി മാറ്റിമറിച്ചത്. അങ്ങനെ ആത്യന്തികമായി നമുക്ക് നോട്ട്ബുക്ക് എന്ന് വിളിക്കാവുന്ന, അതായത് ഒരു ചെറിയ മുട്ടുസൂചിയുടെ വലിപ്പമുള്ള ഒരു സ്പേസിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്നുള്ള കണ്ടുപിടുത്തത്തിന് കമ്പ്യൂട്ടറിൻ്റെ സൈസുകൾ കുറഞ്ഞു വന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻ അവസാനം നോട്ട്ബുക്കിൽ വന്ന് നിൽക്കുന്നു. അത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോൾ പിന്നെ അടുത്ത ചിന്ത, ഈ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചാൽ നമ്മുടെ വിവരശേഖരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു ചിന്തയിൽ നിന്നാണ് ഇൻ്റർനെറ്റ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വന്നതിന് ശേഷം വീണ്ടും ശാസ്ത്രരംഗത്തെ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഡിജിറ്റൽ ടെക്നോളജിയിൽ ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവൻ ഒരു ചെറിയ സ്പേസിൽ, ഒരു മുട്ടുസൂചിയുടെ സ്പേസിൽ ഉൾക്കൊള്ളിക്കാനാവുമെന്നുള്ള കണ്ടുപിടുത്തം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചു. ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ ഫോട്ടോകൾ നമുക്കറിയാം, മറ്റേ വലിയ ഫിലിം റോളുകൾ ഉപയോഗിച്ച് സിനിമയും മറ്റും എടുത്തുന്ന സമയത്ത് നമുക്കൊരു ഫംഗ്ഷൻ്റെ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. അതിലാവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് വലിയൊരു മാറ്റമാണ് സമൂഹത്തിൽ വരുത്തിയത്. അങ്ങനെ ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ശാസ്ത്രം സമൂഹത്തിന് നൽകിയ സംഭാവനകളെ നാം ആകത്തുക വിലയിരുത്തുമ്പോൾ, ഞാനതിൻ്റെ ഫൈൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വലിയൊരു ടെക്നോളജിയുടെ പടിവാതിൽക്കലാണ്. നാനോ ടെക്നോളജി എന്ന് പറയുന്ന വലിയൊരു ടെക്നോളജി. ആ വലിയ ടെക്നോളജി എന്ന് പറയുന്നത് ഒരുപക്ഷെ IT മേഖലയുടെ 10 ഇരട്ടി ഡയമെൻഷനുള്ള മേഖലയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. 1957 കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, അമേരിക്കയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു വലിയ, നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു പ്രസംഗം നടത്തി, ഒരു സ്പീച്ച് നടത്തി. ആ സ്പീച്ച് ഇന്നോളം ഒരു ശാസ്ത്രജ്ഞൻ നടത്തിയ ഏറ്റവും വലിയ സ്പീച്ചായിട്ടാണ് ലോകം കരുതപ്പെടുന്നത്. അദ്ദേഹം, ഈ ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും കവികളാവില്ല. കവികൾക്ക് ഭാവനയുണ്ട്, ഭാവനയുടെ ചിറകിലേറി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും കവികളെപ്പോലെ ഭാവനയുള്ളവരായി മാറാറില്ല. പക്ഷേ 1957 കാലിഫോർണിയ ടെക്നോളജിയിൽ ഫെയ്മൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് പിന്നീട് നോബൽ സമ്മാനമൊക്കെ ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സ്പീച്ച് നടത്തി. അദ്ദേഹം പറയുന്നത്, ലോകം കീഴ്മേൽ മറിയാൻ പോകുന്നു, ചെറുതാണ് വലുത്. നമുക്കൊക്കെ അറിയാം, നാട്ടുപുറത്തൊക്കെ കുട്ടികൾ ഒരു ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ ആനയുടെ പറയും ആനയ്ക്ക് വലിയ സൈസാണ്, പക്ഷേ ആനയ്ക്കല്ല എറുമ്പിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു വലിയ, അദ്ദേഹം സംസാരിച്ച് ഒരു ഉന്മാദാവസ്ഥയിലെത്തിയെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയണം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നിങ്ങളൊരു ചിത്രശലഭത്തെ നോക്കൂ.
അതിൻ്റെ സ്ഥൂലമായ ചെറിയ ശരീരം വെച്ചതുമാണ്. അത് കിലോമീറ്ററുകൾ പറക്കുന്നു. മനുഷ്യന് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, വലിയ ഒരു സ്ട്രക്ചർ, അതിൽ ഗിയർ, ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് 50 പേരെയും വഹിച്ചുകൊണ്ട് ഈ ഉപയോഗിക്കുന്നു. ഇത് എനർജിയുടെ ദുരുപയോഗമാണ്, എനർജിയുടെ ശരിയായ രീതിയിലുള്ള പ്രയോഗമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ എനർജി കുറവുള്ള കാര്യങ്ങളാണ് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ കാളവണ്ടി യുഗം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുതിയ യുഗത്തിൽ വന്നു. അപ്പോൾ ബസ്സും ട്രെയിനും ഒക്കെ വളരെ അശാസ്ത്രീയമായ പ്രസ്ഥാനങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു. അദ്ദേഹം പറയുന്നത്, ഈ ലോകത്ത് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ, പ്രകൃതിയിൽ മുഴുവൻ നാനോ ടെക്നോളജിയാണ്. ഒരു മാവിൽ ചെറിയ കണ്ണിമാങ്ങ, ചെറിയ മാങ്ങ ഉണ്ടാവുന്നു. അതിൽ പതുക്കെ അതിൻ്റെ ആ ഞെട്ടിലൂടെ കുറേശ്ശെ ആയിട്ട് അത് വളരുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അത് ഒരു സ്റ്റേജിലെത്തിക്കഴിയുമ്പോൾ മാങ്ങ പഴുത്ത് താഴെ വീഴുന്നു. ഇതെല്ലാം നാനോ ലെവലിലുള്ള കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിച്ചു വെച്ചത്. 57 അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ വല്ല യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധം ഇല്ല എന്ന് കണക്ക് കൂട്ടിയ ശാസ്ത്രജ്ഞന്മാർ നിരവധിയായിട്ടുണ്ട്. പക്ഷേ 57 അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച യാഥാർത്ഥ്യമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നാനോ ടെക്നോളജി പുതിയൊരു ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആ ലോകം ഒരുപക്ഷെ നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന പുതിയൊരു ലോകമാണ്. ആ ലോകത്തിൽ സംഭവിക്കുമെന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 25% ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ 7000-ഓളം നാനോ ടെക്നോളജി കമ്പനികളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും, കേരളത്തിലെ നമ്മുടെ നാട്ടിൻപുറത്തും റോഡ് സൈഡിലൊക്കെ കാണുന്നൊരു ഇതാണ് നമ്മുടെ ഈ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം പതിച്ച് അത് പോയാൽ ഓടിപ്പോവും. അവിടെ വെള്ളം സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം, അമേരിക്കയിലെ നാനോ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു ശതമാനം സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ മലയാളികളാണെന്നുള്ളത് ഏറ്റവും വലിയ രസം. അജിത് പുളിക്കനും പ്രദീപും നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ആയിരുന്ന സാബുവും ഒക്കെ ഈ മേഖലയിലെ വളരെ പ്രശസ്തരായ ആൾക്കാരാണ്. അപ്പോൾ അവർ കേരളത്തിൽ വന്നപ്പോൾ ചേമ്പല കുറേ ശേഖരിച്ചുകൊണ്ട് അമേരിക്കയിൽ പോയി. അവിടെ അവർ ചേമ്പലയിൽ നിന്നൊരു ഉൽപ്പന്നം, എന്തുകൊണ്ടാണ് ജലം പറ്റിപ്പിടിക്കാതെ ഇങ്ങനെ ഓടിപ്പോകുന്നത്, ആ ഒരു ഫാക്ടറി വെച്ചിട്ട് അവർ ചേമ്പലയിൽ നിന്ന് ഡയാറ്റ്സം എന്ന് പറയുന്ന ഡയാറ്റ്സം എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ഡയാറ്റ്സം എന്ന് പറയുന്ന ഒരു പെയിൻറ്റ് ഡെവലപ്പ് ചെയ്തു. ആ പെയിൻറ്റ് ഒരു പ്രതലത്തിലടിച്ചാൽ 40 വർഷം മിനിമം യാതൊരു മാറ്റങ്ങളില്ല, പൂപ്പായ പിടിക്കാതെ അത് നിലനിൽക്കും. അത് അമേരിക്കൻ വിപണിയിൽ നിന്ന് സജീവമാണ്. അത്തരം കണ്ടുപിടുത്തങ്ങൾ ഒരുപക്ഷെ ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്നു. അതുമാത്രമല്ല, കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്ന പദാർത്ഥം ഇന്ന് ലോക വിപണിയിൽ ഏറ്റവും ചൂടുള്ള വിഭവമാണ്. ഇരുമ്പിൻ്റെ 12 ഇരട്ടി ശക്തിയും അതിൻ്റെ 4/1 സൈസുമുള്ള കാർബൺ നാനോ ട്യൂബ്സ്. ആ കാർബൺ നാനോ ട്യൂബ്സ് വിഭാവനം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വലിയ നമ്മുടെ സങ്കല്പങ്ങളുടെ പൂർത്തീകരണമാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഒരു ഹൈവേയിൽ ഒരു പാലം പണിയണം. നാനോ ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സൗകര്യമുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ ഈ പാലം പണിതാൽ അതിനൊരു നോട്ട്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ കനമയോ ഉണ്ടാകും. അത് സൗകര്യപൂർവ്വം എടുത്ത് നമുക്ക് ഒരു വാഹനത്തിൽ കൊണ്ടുപോയി പാലം പണിയേണ്ട സൈറ്റിൽ വെച്ചാൽ നമുക്കറിയാമല്ലോ എന്ത് വലിയ അഡ്വാൻറ്റേജാണ് നൽകുന്നത്. അതിലൂടെ എത്ര ഭാരമേറിയ ലോറിയോ ബസ്സോ പോയാലും ഈ കാർബൺ നാനോ ട്യൂബ്സ് ഉപയോഗിച്ച് പണിത മെറ്റീരിയലിന് യാതൊരുവിധ ബലക്ഷയവും സംഭവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നാനോ ടെക്നോളജി ലോകത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ എൻ്റെ സബ്ജക്റ്റ് ജിയോളജിയാണ്, ഭൂഗർഭശാസ്ത്രമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം പറയാം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച വസ്തു എന്ന് പറഞ്ഞാൽ ഡയമണ്ടാണ്. അതിന് ജെം ക്വാളിറ്റി ഉണ്ട്, ജെമ്മാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് നോൺ സബ്സ്റ്റൻസ് ആണ്
ഞാൻ പറഞ്ഞ ഡയമണ്ട്. ആ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ തലനാരിഴ കീറി നമ്മൾ പരിശോധിക്കുമ്പോൾ കാർബൺ ആറ്റത്താൽ നിർമ്മിതമാണ് ഈ ഡയമണ്ട്. കാർബൺ ആറ്റം വളരെ ലഘുവായിട്ട് ഞാൻ പറയുകയാണ്, ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിൽ നമ്മൾ വിന്യസിച്ചാൽ നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാം. അതേസമയം ഇതേ ഗ്രാഫൈറ്റ് തന്നെയാണ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ കാമ്പ് എന്ന് പറയുന്നതും ഇതേ ഗ്രാഫൈറ്റ് തന്നെയാണ്. അവിടെ കാർബൺ ആറ്റംസ് ഒരു പ്രതലത്തിലാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ആ പ്രതലം തെന്നിമാറുന്നു. പുതിയ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് കാർബൺ ആറ്റം. അപ്പോൾ കാർബൺ ആറ്റത്തെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നാനോ ടെക്നോളജിയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ആറ്റത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പ്രതലത്തിൽ അടുക്കി വെച്ച് നമുക്ക് ഗ്രഫൈറ്റ് നിർമ്മിക്കാം. ഫുട്ബോളിൻ്റെ ഷേപ്പിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഡയമണ്ട് നിർമ്മിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധ കാലത്തൊക്കെ കൽക്കട്ടയിൽ ഒരുപാട് ഫാക്ടറികൾ, വലിയ കൂറ്റൻ ഫാക്ടറികളുണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ. നാനോ ടെക്നോളജി വിഭാവനം ചെയ്യുന്ന ഒരു ചെറിയ സ്പേസ് മതി. ഒരു സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പും ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പദാർത്ഥങ്ങൾ നിർമ്മിക്കാം. വിലപിടിച്ച പദാർത്ഥങ്ങൾ, ഡയമണ്ട് പോലുള്ള പദാർത്ഥങ്ങൾ ആ ഒരു ചെറിയ സ്പേസിലിരുന്ന് നിർമ്മിക്കാം. നമ്മുടെ അമൃത ഹോസ്പിറ്റലിനോടനുബന്ധിച്ചൊരു നാനോ ടെക്നോളജിയുടെ ഒരു വിഭാഗമുണ്ട്. ഡോക്ടർ ശാന്തകുമാർ ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. എനിക്ക് ഈ അടുത്ത കാലത്ത് വലിയ മാറ്റം വന്നോന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ അവിടെ പോയിട്ടുണ്ട്. പല ഡോറുകൾ, പല നമ്പറുകളൊക്കെ വെച്ച് തുറന്നു വേണം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയാൽ പൂർണ്ണ നിശബ്ദതയാണ്. ഒരു സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അവിടെ ഒരു ചെറിയ സ്പേസിലിരുന്ന് വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. ഈ നാനോ ടെക്നോളജിയെക്കുറിച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഞാനൊരു ഇൻ്റർനാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ട്. ഞാൻ നാനോ ടെക്നോളജി ഒരു ക്വാളിഫൈഡ് ആളൊന്നുമല്ല, പക്ഷേ അങ്ങേയറ്റത്തെ താല്പര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അതുപോലെ നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തിലെ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടുള്ള രോഗം ഇന്ന് ക്യാൻസറാണ്. ക്യാൻസറിനെ നിശേഷം തൂത്ത് എറിയുവാൻ കഴിയുമെന്നാണ് നാനോ ടെക്നോളജി പറയുന്നത്. അതിൻ്റെ പഠനമൊക്കെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ്. പക്ഷെ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടിയുണ്ട്. ഇതിന് ടോക്സിക് ഇഫക്റ്റ് ഇല്ല എന്നൊക്കെ പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം അത് നീണ്ടു പോകുന്നേ ഉള്ളൂ. ഇപ്പം എന്താണ്, നാം രാവിലെ കഴിക്കുന്ന ചായയിൽ ഒരു നാനോ ഡോക്ടർ, കുട്ടി ഡോക്ടർ, നാനോ കണങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ, ചായ കുടിച്ചാൽ ഈ നാനോ കണങ്ങൾ, കുട്ടി ഡോക്ടർമാർ നമ്മുടെ ശരീരത്തിലെ പല സെല്ലുകളിൽ, പല പ്രദേശങ്ങളിൽ പോയി പറ്റിപ്പിടിച്ചിരിക്കും. ഏതെങ്കിലും മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒരു അബ്നോർമാലിറ്റി, അസന്തുലിതാവസ്ഥ ഡെവലപ്പ് ചെയ്താൽ ഈ കുട്ടി ഡോക്ടർ പോയി ആ സെല്ല് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിനെ മാത്രം തിരഞ്ഞു പിടിച്ച് അടുത്തുള്ള സെല്ലുകളിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത്, ടെമ്പറേച്ചർ വലിച്ചെടുത്ത് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, അത്രയും ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് അത് ഉയർത്തി ആ ഒരു സെല്ലിനെ മാത്രം കരിച്ചു കളയുന്ന ടെക്നോളജിയാണ്. അത് മനുഷ്യരാശിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം റേഡിയേഷൻ ടെക്നിക്ക് നമുക്കറിയാം, ഒരു സെല്ലിനെ, ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ ചുറ്റുമുള്ള സെല്ലുകൾ നശിക്കും. അപ്പോൾ അതല്ലെങ്കിൽ നമുക്കറിയാം, ആകാശത്തു നിന്ന് ഒരു അണുബോംബ് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ നശിച്ചു പോകും. ഇത് പിൻ പോയിൻ്റ് ചെയ്ത് ആ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിനെ മാത്രം നശിപ്പിക്കുന്നതോടുകൂടി പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തിക്ക് ജീവിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ക്യാൻസർ വിമുക്തമായിട്ടുള്ള ഒരു രോഗം മനുഷ്യരാശിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ? മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു മേഖലയല്ലേ? ഇനിയുമുണ്ട് നാനോ ടെക്നോളജിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയാൻ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക്